നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ ടു ബാഴ്സ എന്നുള്ളൊരു വാർത്ത ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. നെയ്മറുടെ ഉദ്ദേശം ബാഴ്സലോണയിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത് തന്നെയാണ്. അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അത് നടക്കുമോ എന്നുള്ളത് ചില കണ്ടീഷനുകളെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ സാധ്യമാണോ എന്ന് ചോദിച്ചാൽ മുമ്പ് ഡാനി ആൽവസ് ഇതുപോലെ അദ്ദേഹത്തിൻ്റെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിൽ ഫ്രീ ഏജൻ്റായിട്ട് ബാഴ്സയിൽ പോയി കുറച്ച് നാൾ കളിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് മാർക്കറ്റിംഗ് ആസ്പെക്റ്റുകളുമുണ്ട്. ബാഴ്സലോണ ക്യാമ്പ് നൗവിലേക്ക് മാറാൻ പോകുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ അവർക്ക് വലിയൊരു സ്റ്റാറിനെ വേണം എന്നതൊക്കെയാണ് ഈ ഒരു നീക്കത്തിനുള്ള സാധ്യതയായിട്ട് ഇപ്പോൾ ചില സ്പാനിഷ് മാധ്യമങ്ങളും കാറ്റലൻ ഔട്ട്ലെറ്റുകളും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മളിതിൽ വന്നിട്ടുള്ള റിപ്പോർട്ടിലേക്ക് ഒന്ന് പോകാം. നെയ്മർ ഈസ് വില്ലിംഗ് ടു സൈൻ എ പ്രീ കോൺട്രാക്ട് വിത്ത് ബാഴ്സലോണ. അദ്ദേഹത്തിന് ലാപ്പോട്ടയുമായിട്ട് നല്ല കോൺടാക്റ്റ് ഉണ്ട്, നല്ല കമ്മ്യൂണിക്കേഷനിലാണ് ഉള്ളത്. ലാപ്പോട്ട ഈ സൈനിങ്ങിന് തയ്യാറാണ്. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ ലെവല് ഗുഡ് ആവണം. നെയ്മർ ജൂനിയറുടെ ഫിസിക്കൽ കണ്ടീഷൻ മികച്ചതാണെങ്കിൽ ലാപ്പോട്ട ഈ കോൺട്രാക്റ്റ് അപ്രൂവ് ചെയ്യാൻ തയ്യാറുമാണ് എന്നാണ് റിപ്പോർട്ട്. ഇത് പുറത്തുവിട്ടിരിക്കുന്നത് ഡോങ്കാസിലെ ജോയൻ ഫോൺസ് ആണ്. അദ്ദേഹം വിശദമായിട്ട് ഈ വിഷയത്തിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതൊന്ന് പരിശോധിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ പ്രധാനമായിട്ടും നെയ്മർ നെയ്മറുടെ മനസ്സിലുള്ള ലക്ഷ്യം 2026 വേൾഡ് കപ്പ് തന്നെയാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ സാൻഡോസിലേക്ക് പോയി പിന്നെ യൂറോപ്പിലേക്ക് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലും മടങ്ങി വരിക എന്നുള്ളതാണ് ലക്ഷ്യം. മോർ സ്പെസിഫിക്കലി ടു ബാഴ്സ. PSG അദ്ദേഹം പോയ സമയത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ മറ്റുമൊക്കെ ഉണ്ടല്ലോ. അത് ഒഴിവാക്കി നല്ല രൂപത്തിൽ ബാഴ്സയുമായിട്ട് ഒന്നുകൂടി കളിച്ച് പിരിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം തീർച്ചയായിട്ടും ബാഴ്സലോണ തന്നെയാണ്. പിന്നെ ഈ വിഷയത്തിൽ വീണ്ടും പറയുന്നുണ്ട്, പ്ലെയറുടെ ഇൻ്റർവ്യൂ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ മനസ്സിലാക്കുന്നത് ബാഴ്സലോണയ്ക്ക് ഒരു കൊമേഴ്സ്യൽ അട്രാക്ഷൻ വേണം ഒരു സ്പോട്ടിഫൈ ക്യാമ്പ് നൗവിലേക്ക് തിരികെ എത്തുന്ന ഘട്ടത്തിൽ. അതേസമയം ഫ്ലിക്കിന് ഈ വിഷയത്തിൽ അത്ര വലിയ താല്പര്യമില്ല എന്നുകൂടി ഇപ്പോൾ ജോൻ ഫോൺസ് പറയുന്നുണ്ട്. ഓൾറെഡി കഴിഞ്ഞ സമ്മറിൽ അദ്ദേഹം ഈ ഒരു വിഷയത്തിൽ ഒപ്പോസ് ചെയ്തതാണ്. എന്നാൽ ജോൻ ലാപ്പോട്ടയുമായിട്ട് നല്ല ബന്ധമാണ് നെയ്മർ ജൂനിയർക്കുള്ളത്. ഡയറക്റ്റ് കോൺടാക്റ്റിലാണ് അവരുള്ളത്. അവർ തമ്മിൽ നല്ല കോൺടാക്റ്റ്, നല്ല കമ്മ്യൂണിക്കേഷനുമാണ്. സോ ജോൻ ലാപ്പോട്ടയ്ക്ക് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ, ഫ്രീ ട്രാൻസ്ഫറായിട്ട് നെയ്മർ എത്തണം, ഫിസിക്കലി ഓക്കെ ആവണം. സോ അദ്ദേഹത്തിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ ഫ്രീ ട്രാൻസ്ഫറായിട്ട് നെയ്മർ വരികയാണെങ്കിൽ അപ്രൂവ് ചെയ്യുന്നതിന് ജോൻ ലാപ്പോട്ടയ്ക്ക് പ്രശ്നമില്ല. സോ കറൻ്റ്ലി നെയ്മർ ജൂനിയറുടെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള അവസ്ഥ അത്ര മികച്ചതല്ല. നെയ്മർ വളരെ കോൺഫിഡൻ്റ് ആണ് അദ്ദേഹത്തിന് തൻ്റെ മികവ് തിരികെ പിടിക്കാൻ പറ്റുമെന്ന്. ഈവൻ പ്രീ കോൺട്രാക്റ്റ് ബാഴ്സലോണയുമായിട്ട് സൈൻ ചെയ്യാൻ പോലും അദ്ദേഹം തയ്യാറുമാണ്. നെയ്മറിൻ്റെ നെയ്മറിനെ ലാമിൻ യമാൽ ഐഡോളായിട്ട് കാണുന്നു. അതോടൊപ്പം തന്നെ റഫീഞ്ഞയ്ക്കും നെയ്മറുമായിട്ട് നല്ല ബന്ധമാണുള്ളത്. അവർക്ക് തീർച്ചയായിട്ടും നെയ്മർ ജൂനിയർ ബാഴ്സലോണയിൽ എത്തുകയാണെങ്കിൽ അതിലവർക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യം നെയ്മർ ജൂനിയർ ഫിസിക്കലി ഓക്കെ ആവുക എന്നുള്ളതാണ്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വരുന്ന സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ നെയ്മർ ജൂനിയർ ബാഴ്സലോണയിലേക്ക് എത്തിയേക്കും എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ വളരെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ മാത്രമുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇത് നടക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായിട്ട് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഫ്രീ ഏജൻ്റായിട്ട് വരികയാണെങ്കിൽ ഒരു ബിഗ് സ്റ്റാറിന് ലഭിക്കുകയാണെങ്കിൽ, മുമ്പ് ഇതേപോലെയൊക്കെ തന്നെ ഡാനി ആൽവസ് വന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർക്കുമ്പോൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റുന്ന റിപ്പോർട്ടുകളല്ല ഇത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കുടുംബ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എത്താം.